അവധി ദിനത്തിൽ പ്രചാരണ തിരക്കിലാണ് മലബാർ മേഖലയിലെ സ്ഥാനാർത്ഥികളും. വോട്ടർമാരെ നേരിട്ട് കണ്ടും വൈകിട്ട് റോഡ് ഷോ സംഘടിപ്പിച്ചുമാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം. കാസർഗോഡ് മണ്ഡലം LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണൻ മാസ്റ്ററുടെ പര്യടനം തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിലാണ്. എടാച്ചേരി, ഈയക്കാട്, ഇടയിലക്കാട്, പടന്നക്കടപ്പുറം തുടങ്ങിയ സ്ഥലങ്ങളിൽ കുടുംബയോഗങ്ങളിൽ പങ്കെടുത്ത സ്ഥാനാർത്ഥി മറ്റിടങ്ങളിലെത്തി വോട്ടർമാരെ നേരിട്ട് കണ്ടു. കണ്ണൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി MV ജയരാജൻ കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിലാണ് പ്രചാരണം നടത്തുന്നത്. വിവിധ സംഘടനകളുടെ പരിപാടിയിൽ പങ്കെടുക്കുന്ന സ്ഥാനാർത്ഥി ഒപ്പം പ്രധാന വ്യക്തികളെയും സന്ദർശിക്കുന്നുണ്ട്. പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ ഷോപ്പ് എംപ്ലോയീസ് യൂണിയൻ സ്നേഹസംഗമത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കാനെത്തിയ MV ജയരാജന് ഊഷ്മള വരവേൽപ്പും ലഭിച്ചു. വയനാട് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി ആനി രാജ ഇന്ന് നിലമ്പൂർ കേന്ദ്രീകരിച്ചാണ് പ്രചാരണം നടത്തുന്നത്. ഓരോ കേന്ദ്രങ്ങളിലും മികച്ച സ്വീകരണമാണ് ആനി രാജയ്ക്ക് ലഭിക്കുന്നത്. വടകര പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി KK ശൈലജ ടീച്ചർ തലശ്ശേരി മണ്ഡലത്തിലാണ് പര്യടനം. രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചാണ് പര്യടനം ആരംഭിച്ചത്. രക്തസാക്ഷി കുടുംബങ്ങൾ ആവേശത്തോടെ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു. കോഴിക്കോട് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി എളമരം കരീം കുന്നമംഗലം നിയമസഭാ മണ്ഡലം കേന്ദ്രീകരിച്ചാണ് പര്യടനം നടത്തുക. NDA സ്ഥാനാർത്ഥി MT രമേശും പര്യടനം ആരംഭിച്ചു. പൊന്നാനിയിൽ ഇടതു സ്ഥാനാർത്ഥി KS ഹംസയ്ക്ക് ഇന്ന് പര്യടനമില്ല. സ്വകാര്യ സന്ദർശനം മാത്രമാണ്. UDF സ്ഥാനാർത്ഥി അബ്ദുൽ സമദ് സംദാനി താനൂർ മണ്ഡലത്തിൽ വോട്ട് തേടും. മലപ്പുറം LDF സ്ഥാനാർത്ഥി V വസീഫ് മഞ്ചേരി മണ്ഡലത്തിലാണ് വോട്ടർമാരെ കാണുക. പാലക്കാട് മണ്ഡലം LDF സ്ഥാനാർത്ഥി A വിജയരാഘവൻ ഷൊർണൂർ മണ്ഡലത്തിലെ ചളവറയിൽ വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. ആവേശോജ്വലമായ സ്വീകരണമാണ് വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്നത്. പാലക്കാട് മണ്ഡലം NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ പ്രചാരണ പരിപാടികൾ ആരംഭിച്ചു. ആലത്തൂർ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണൻ നെന്മാറ മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രചാരണ പ്രവർത്തനം നടത്തുക. അവധി ദിവസവും പ്രചാരണ തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. കൈരളി ന്യൂസ്, കോഴിക്കോട്.